ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാൻ എപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി, നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥെടുക്കും. മനസ്സിലായില്ലേ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി, ഞാനല്ലേ പറയുന്നത്. നിനക്ക് ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയാടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നിങ്ങെത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേട്ടാ ബ്ലാഡ് ഫുൾ. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യ. ഇതൊക്കെ എന്ത് ഭീകരനാണവൻ, ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. മായൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി മേയാവി എന്ന് വിളിച്ചത് ഞാനാ. ആള് ഭയങ്കര സൈസാണോ ശ്രാങ്ക്? സൈസ് ആണോന്നാ? ഒരു 6'3.5" പൊക്കം, ഉരുക്ക് പോലത്തെ ശരീരം. അവന്റെ ഒരു കയ്യുമിറ്റൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ കാല് പോലെ ഇരിക്കും. അപ്പൊ അയാള് കയ്യും കുത്തിയാണ് നടക്കണം. അവന്റെ ഒരു കൈ കുത്തിയാലേ നീയും നിന്റെ അപ്പനും ഈ എഴുന്നേറ്റ് നടക്കത്തില്ല. എന്നോട് ബഹുമാനം കാണിക്കാത്ത അവന്മാരെയും ഞാൻ അവന്റെ ലിസ്റ്റിൽ പെടുത്തുന്നുണ്ട്. ഈ എന്നെയാണോ എന്ന് വിളിച്ചത്? എന്തേ പിടിച്ചില്ലേ? ആരാടാ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമ ശിഷ്യൻ. എങ്കിൽ പിടിക്കണം നിന്റെ അരുമ ശിഷ്യനെ. ആശാനെ തല്ലിയാൽ ശിഷ്യന് നോവുമല്ലോ. നോവല്ലോ, തല്ലിക്കോ. ധൈര്യമുള്ള തന്തയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിൽ ഓരോ സ്പെയർ പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കും എനിക്ക് വിഷമോ. നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവെട്ടി മാറ്റും മായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ തല്ലിക്കോ. ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓടെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടെ ചിരിക്കും. ഇപ്പൊ കണ്ണ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് സ്രാങ്കിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഇപ്പോഴും ഏത് കൊല കമ്പനിയും പെടുക്കും. ശ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ വിരുന്നേര് വന്നേ 2 മിനിറ്റ് സ്പെഷ്യലി ചിങ്ങടുക്കി. ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ? അതെ. പക്ഷെ ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. ഇതിലൊക്കെ ഓരോരുത്തരുടെ കരുത്ത് വെളിവാവുന്നത്. പക്ഷെ പിടി പൂക്കൾ സത്യത്തവാ പിടി ഒറ്റ വലി, അതാണ് ഉത്തമം. നത്തിങ്, റിയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ,
സ്രാവ് കടിച്ച പോലെ കിടക്കണ്. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ബസ് സ്റ്റോപ്പിൽ നിന്ന ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഫുള്ള് വരുമോ? പോട്ടെ, ഒരു പൈൻറ്റെങ്കിലും വരുമോ? എന്താണോ ഇപ്പോഴാണോ വരുന്നത്? ശിഷ്യം വന്നത് അറിഞ്ഞില്ലേ? വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് അറിഞ്ഞില്ല. കുമാരൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കല്യാണം എന്ന് പറഞ്ഞപ്പോ ധൃതി ആയില്ലടാ. മനസ്സിലായില്ല. എന്റെ പൊന്നു ഇത് കേക്ക്. എപ്പോഴിങ്ങനെ എന്നെ കണ്ട ആരാ എന്താ എവിടെന്നൊക്കെ ചോദിക്കും. ഭയങ്കര തമാശ. ഇപ്പൊ വരാ മുതലാളി, ഒരു ചെറിയ രഹസ്യം. ആയിക്കോട്ടെ, ഇങ്ങനെ വന്നേ, ഒരു ചെറിയ രഹസ്യം പറയാനുണ്ട്. വാമായു വന്ന് എന്നെ മനസ്സിലായില്ലെന്ന് ഒരു മറവിക്കാരൻ. എന്നെ കൊലക്ക് കൊടുക്കരുത്, എന്നെ കൊണ്ടൊരു ഗുണമുണ്ടായില്ലെന്ന് കരുതരുത്. സത്യം പറഞ്ഞ ഞാൻ ഇറക്കിയൊരു നമ്പർ കാരണോ ഇന്ദുവായിട്ടുള്ള കല്യാണം ശരിയായത്. ഓ ബ്രോക്കറാണല്ലേ? ബ്രോക്കറിനാ പോക്കറിനാ എന്ത് വേണം വിളിച്ചോ, പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആശാനേന്ന് വിളിക്കണം. എന്താണ് ഇത്രയും വലിയ രഹസ്യം? ഒന്നുമില്ല, ഇയാളെ ആശാൻ കല്യാണക്കാര്യം പറയായിരുന്നു. അത് വിശദമായി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാം. കൂടാം. തന്നോടല്ല, ഇയാളോടാ പറഞ്ഞത്. അത് മനസ്സിലായി, അതിന്റെ കൂടെ ഞാനും കൂടി കൂടാന്നാ പറഞ്ഞത്. ബാബാല ബാബാല പേര് ചോദിച്ചു തപ്പണ്ട. ബാബാല അത് കൂടുമ്പോ